What more do you need to understand the genius of Ilayaraja? ശരിക്കും എത്ര നല്ല നല്ല പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും കേൾക്കാനും ആസ്വദിക്കാനുമായി അദ്ദേഹം കമ്പോസ് ചെയ്തിരിക്കുന്നു. ഇതേപോലെ നല്ല പാട്ടുകളും പാട്ടുകളുടെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളും എല്ലാമായി ഡ്യുവറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും കണ്ടു, വി ഹാഡ് ദ വെരി ടാലൻറ്റഡ് സിത്താര വിത്ത് അസ്. ഇന്നും സിത്താരയുടെ കുറേ പാട്ടുകളും കുറേ വിശേഷങ്ങളും കേൾക്കാനായി വീണ്ടും എത്തിയിരിക്കുകയാണ്. സോ once again, with a lot of happiness, I welcome on duet Sitara. Hi Sitara, welcome once again. സിത്താരയുടെ പാട്ടുകളൊന്നും കേട്ട് മതിയായില്ല, ഇനിയും കുറേ പാടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ട് തന്നെ വിളിച്ചത്. പിന്നാലും സിത്താര പല സ്റ്റൈൽ ഓഫ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് സിത്താരയുടെ സിംഗിങ് ഞാൻ പണ്ടേ തൊട്ടേ, ഈവൻ ബിഫോർ യു ഗോട്ട് ഇൻ ടു പ്രൊഫഷണൽ പ്ലേ ബാക്ക്, അതിന് മുമ്പേ തൊട്ട് സിത്താരയുടെ പാട്ടുകൾ കേട്ടിട്ടുള്ള ഒരു ലിസണറാണ്. അപ്പം സിത്താരയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് വേറെ പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പാട്ട് സിത്താര പഠിക്കുമ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ ഹിസ്റ്ററിയും കൂടി സിത്താര അറിഞ്ഞിട്ടേ അത് പാടുള്ളൂ, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ് ആക്ച്വലി. വാട്ട് ഈസ് ഇറ്റ് ദറ്റ് മേക്സ് യു, ഇപ്പോൾ ഒരു പാട്ട് തന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇറ്റ് ദറ്റ് മേക്സ് യു ടു വർക്ക് സോ മച്ച് ബിഹൈൻഡ് ഇറ്റ്? അതിൻ്റെ ഒരു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണോ, എന്താണ്? അറിയില്ല, എനിക്ക് അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. ഞാനിങ്ങനെ ഭയങ്കര കൃത്യമായിട്ട് ഒരു ചിട്ട എന്നുള്ള രീതിയിൽ ചെയ്യണതല്ല, അതിങ്ങനെ അറിയാതെ ചെയ്തു പോണതാ. ഏത് പാട്ട് കേൾക്കുമ്പോഴും ഇത് ഉണ്ടായിട്ടുള്ളതിൻ്റെ പുറത്തൊരു ആലോചന ഉണ്ടാവില്ല, അതെന്താണെന്നൊക്കെ നമുക്കിങ്ങനെ തോന്നിപ്പോവും കാണുമ്പോൾ. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല, ഇപ്പോൾ ഈ കോമ്പറ്റീഷൻസ് ആയാലും എന്ത് തന്നെ ആയാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ വേണ്ടിയിട്ട് എടുക്കണ ഒരു എഫേർട്ടും വർക്കും പാഴായിട്ട് പോകണില്ല. ഏതെങ്കിലും സ്ഥലത്തിൽ നമുക്കത് ഉപകാരത്തിൽ വരുമല്ലോ. അപ്പോൾ ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ 100 പാട്ടൊക്കെ കേൾക്കില്ലേ. അപ്പോൾ ആ കേൾക്കുന്ന ആ ഒരു സമയം അതൊക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുമല്ലോ. എത്ര ആൾക്കാരാണല്ലേ മ്യൂസിഷ്യൻസ്, നമുക്ക് അറിയാത്ത എത്രയോ ആളുകൾ മ്യൂസിക്കിന് വേണ്ടി ജീവിതം മുഴുവനും ത്യജിച്ചിട്ടുള്ള എത്രയോ ആൾക്കാർ. ഇത് ഒന്നാമത് ഇപ്പം നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്, എല്ലാം നമുക്ക് വേഗം യൂട്യൂബ് വഴി എല്ലാവരും ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ തന്നെ നോക്കുമ്പം എത്ര ആളുകൾ, പിന്നെ നമ്മുടെ ചുറ്റും തന്നെ അപ്പം വളരെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. നമുക്ക് നമ്മുടെ പാട്ട്, നമുക്കൊക്കെ ഉള്ള കുഞ്ഞു മ്യൂസിക്കൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ സ്പേസ് ഉണ്ട്, കേൾക്കാൻ ആളുകൾ. അപ്പം
എനിക്ക് അപ്പോഴും തോന്നിയിട്ടില്ല നമ്മളിതിന് വേണ്ടി ഒരു എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഇതേമാതിരി ലൈഫ് ഒന്നും പ്രതീക്ഷിക്കാണ്ട് മാറ്റിവെച്ച കുറേ ആൾക്കാരുണ്ട്, അവരോടുള്ളൊരു ഡിസ്റെസ്പെക്റ്റ് ആയി പോകുന്ന എപ്പോഴും തോന്നാറുണ്ട്. അപ്പം എനിക്ക് അന്ന് ഓർമ്മയുണ്ട്, അന്ന് ആ ഫോക്ക് സോങ് പാടിയപ്പോൾ അന്ന് പാടുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു എന്താ പറയുക, ആ പാട്ടിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സിത്താര പറഞ്ഞിട്ടാണ് ആ പാട്ട് പാടിയത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇറ്റ് വാസ് ഓൾ ദ മോർ ഇൻട്രസ്റ്റിംഗ് ടു ഹിയർ ഇറ്റ് യുനോ. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ആ പാട്ടൊന്ന്, എനിക്കും ഡ്യുവറ്റിൻ്റെ പ്രേക്ഷകർക്കായിട്ടും ആ പാട്ടൊന്നും കൂടെ ഒന്ന് പാടാം. നമ്മളുടെ ഇന്ത്യൻ മ്യൂസിക്കിൽ ഫോക്ക് ട്രഡീഷന് ഭയങ്കര പ്രധാനപ്പെട്ട റോളുണ്ട്. കാരണം നമ്മളുടെ ഇവിടുത്തെ ഈ സ്കെയിലുകൾ, രാഗങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണതിൽ ഭയങ്കര പ്രധാനപ്പെട്ട റോളുണ്ട്. രാജസ്ഥാനി ഫോക്ക് സോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രാഗങ്ങളൊക്കെ ഫോക്ക് ട്രഡീഷനിൽ വന്നിട്ടുള്ളതാണ്. ओ साजन गुड़ी उड़ावे तो अरे लंबी देता डोर, अरे धोलो रे अरे धोलो रा प्रेम रो, अरे का गुड़िया डोर, अरे लवार जिविडा रे लविडा लवार जिविडा रे, मन धारो रे जिविडे रो, मन धारो रे जिविडे, धारो रे जिविडे रो रे दीजो कोनी रे लवार जिविडा रे, लवार जिविडा रे लवार जिविडा रे. अरे पत्र लिखाड़ो प्रेम हरे रे मारो कागज बीज गयो, ओ पत्रे पत्रे आ अरे पत्र लिखाड़ो प्रेम हरे रे मारो बीज गयो, अरे धमके धाले दे नहीं रे मारो हिरदो उलट गयो, लवार जिविडा रे लवार जिविडा रे लविडा लवार जिविडा रे, लवार जिविडा रे लविडा लवार जिविडा रे, लवार लवार रिया. താങ്ക് യു. ബ്യൂട്ടിഫുൾ. അതും ഒരു കംപ്ലീറ്റ് അക്കൗസ്റ്റിക് ബാക്കിങ്ങും കൂടി വന്നപ്പോൾ സോ ബ്യൂട്ടിഫുൾ ശരിക്കും.